പാവകാന സരസ്വതീ വാജേഭിർവാചിനീവതീ യജ്ഞം വഷ്ടുധിയാവസു. അധ്യക്ഷൻ ശ്രീ സുന്ദരൻ വൈദിക്, കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഡയറക്ടർമാരായ വിവേക് ഡി ഷെണോയ്, വിപിൻ, ശ്രീ മനോജ്, അതേപോലെ സുന്ദരൻ വൈദിക്കിൻ്റെ സന്തത സഹചാരിയും ഈ ആശ്രമം കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപാട് നിസ്വാർത്ഥമായ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ശ്രീ രാജീവ് മേനോൻ, മറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് ഈ കാശ്യപ ആശ്രമത്തിൽ ഒരു വേദപഠനം തുടങ്ങുകയാണ്. എന്തിനാണ് വേദപഠനം? എന്താണ് വേദപഠനം? ഈ ചോദ്യമാണ് നമ്മളെ മുമ്പിലുള്ള ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സൃഷ്ടി ഉണ്ടാകുമ്പോൾ, ഒരു പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ, ആ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു നിർദ്ദേശം ഉണ്ടാവണം. നമ്മൾ ഒരു ആപ്പിൾ ഫോൺ വാങ്ങിയാൽ ആ ഫോണിന് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ കടലാസ് ഉണ്ടാവും. ആ കടലാസിൽ അതെങ്ങനെയാണ് ഐട്യൂണുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിലൂടെയാണ് നമ്മളത് പഠിച്ചെടുക്കുക, ആ ഫോണിൻ്റെ ഉപയോഗം പഠിച്ചെടുക്കുക. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, എന്തായിരിക്കണം ജീവിതത്തിൻ്റെ ആകത്തുക, ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ വേണം. ജനിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കും ജീവിക്കേണ്ട കാര്യമില്ല. ജീവിതം പലർക്കും പല ഘട്ടങ്ങളിൽ വഴിതെറ്റി പോവുകയോ അല്ലെങ്കിൽ ചില സമയത്ത് വഴിമുട്ടി നിൽക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട്, പല വിഷയങ്ങൾ കൊണ്ട് വഴി മുട്ടുന്ന അവസ്ഥ സംജാതമാകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു വഴികാട്ടി വേണം. അപ്പോൾ ആളുകൾ പറയും, മനുഷ്യന് കാര്യങ്ങൾ സ്കൂളിൽ പോയി പഠിക്കാം എന്ന് പറയും. അപ്പോൾ ഈ സ്കൂളും കോളേജും ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് മനുഷ്യനെ ആര് പഠിപ്പിച്ചു? മനുഷ്യനെ ആരാണ് പഠിപ്പിച്ചത്? മനുഷ്യനെ ആരെങ്കിലും പഠിപ്പിക്കാതെ മനുഷ്യനൊന്നും പഠിക്കുന്നില്ല. ഈ ലോകത്ത് മനുഷ്യൻ മാത്രമാണ് അങ്ങനെ ഒരു ജീവി. പഠിപ്പിച്ചാൽ മാത്രമേ മനുഷ്യൻ പഠിക്കുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നൈസർഗികമായ ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവും. നൈസർഗികമായ സ്വഭാവ ഗുണങ്ങളുണ്ടാവും. പശുവിന് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി അകിടിൻ്റെ അടുത്തേക്ക് പോയി അത് കുടിച്ചോളും. അത് യൂണിവേഴ്സിറ്റി പഠിച്ചതിന് ശേഷം വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഒരു കുട്ടിക്ക് മുലയൂട്ടിയില്ലെങ്കിൽ കുട്ടി ചത്തുപോകും. ഇങ്ങനെയാണല്ലോ അത് വിവാദങ്ങളായി മാറുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അറിവില്ലെങ്കിൽ മനുഷ്യന് ഒരു കാര്യവും പഠിക്കാൻ സാധ്യമല്ല. അപ്പോൾ അറിവ് എവിടുന്നാണ് ഉണ്ടാവുക? ആളുകൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 5000 വർഷമോ 10000 വർഷമോ പഴക്കമുള്ള ഒരു വേദം ഈ കാലഘട്ടത്തിൽ 2016 എന്താണ് പ്രസക്തി? ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2016 എന്നല്ല, ഈ സൃഷ്ടി ഉണ്ടായത് മുതൽ അനിവാര്യമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത് 2016 പ്രസക്തമാണ്. സ്നേഹം, ബഹുമാനം, ആദരവ്, കെട്ടിടം, കുടുംബം, ജീവിതം, വീട് തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. ഈ നിരവധി കാര്യങ്ങളെല്ലാം മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന നിലയിൽ ഒരു കാര്യമില്ല. ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, മനുഷ്യൻ പരിണമിച്ച് മഹാനായ ശേഷം ഇപ്പോൾ ഐൻസ്റ്റീനായി അല്ലെങ്കിൽ ന്യൂട്ടനായി എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്രയോ പഴക്കം നമുക്കറിയാം. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത് മെഗല്ലനാണെന്ന് പറയും. മെഗല്ലൻ ഒരു ദിവസം രാവിലെ ഉരുട്ടിയില്ലായിരുന്നെങ്കിൽ ഭൂമി ഉരുളില്ലായിരുന്നു. ഭൂഗോളം എന്ന വാക്ക് സംസ്കൃതത്തിലുള്ളതാണ്. ഭൂചതുരം എന്നല്ല അതിലുള്ളത്, ഭൂഗോളം എന്നാണ്. ഈ ഭൂഗോളം എന്ന വാക്കുണ്ടായത് എവിടെ നിന്നാണെന്നറിയാമോ? 5000 വർഷം പഴക്കമുള്ള
അല്ലെങ്കിൽ അതിനേക്കാൾ പഴക്കമുണ്ട് എന്ന് ഇൻഡോളജിസ്റ്റുകൾ പറയുന്ന വളരെ പ്രസിദ്ധമായ ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തിലെ ഒരു സൂക്തമുണ്ട്. ആ സൂക്തത്തിന്റെ പേര് അസ്യ വാമസ്യ സൂക്തം എന്നാണ്. ആ സൂക്തത്തിന്റെ ഋഷി ദീർഘതമസ് എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വരിയുണ്ട്, അയം ഗൗ പ്രശ്നിരക്രമീത സദൻ മാതരം പുര. ഈ ഭൂമി ഗോളാകാരമായി നിന്നുകൊണ്ട് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു, വലം വയ്ക്കുന്നു. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ ആ കൃഷ്ണേന രജസോ വിമാന എന്നൊരു മന്ത്രം കൊണ്ടാണ് പറഞ്ഞത്. കൃഷ്ണ ശബ്ദം ആകർഷണത്തെ കുറിക്കുന്നതാണ്. അപ്പോ ഈ ഗോളം എന്ന വാക്ക്, ഈ ഭൂമി എന്ന സങ്കല്പം, അത് സൂര്യന് ചുറ്റും തിരിയുന്നു എന്ന കാഴ്ചപ്പാട്, 365 ദിവസം എന്ന് പറയുന്ന ദിവസം, ഇതെല്ലാം എവിടുന്നാണ് ഉണ്ടായത്? പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നതാണ്. നമുക്ക് കലണ്ടർ എന്നൊരു വാക്കുണ്ട്. കലണ്ടർ, കാലാന്തരം എന്ന് സംസ്കൃതത്തിൽ പറയും. കാലാന്തരം, കാലാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ആകാശത്തെ, നമ്മുടെ അമ്പരത്തെ, അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തെ 12 വിഭജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദ്വാദശ ആദിത്യന്മാരുണ്ട് എന്നാണ് വേദങ്ങൾ പറയുക. അതായത് 12 ആദിത്യന്മാർ ഉണ്ട്. ആ 12 ആദിത്യന്മാരിൽ ഓരോ ആദിത്യന് ഒരു ആകാശം എന്ന നിലയിൽ ഭാഗിച്ചു കൊടുത്താൽ സപ്ത അംബര, സപ്ത ഏക ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷട്ട് സപ്ത, എത്ര? 7. സപ്ത അംബര. അഷ്ട അംബര ഒക്ടോബർ. നവ അംബര 9 ആകാശം. ദശ അംബര ഡിസംബർ. ഇത്രയോ കാലം മുമ്പത്തെ കാര്യങ്ങളെ ആധുനിക കലണ്ടർ സംസ്കാരം, ആധുനിക സംവിധാനം എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്തത്? അതായത് നമ്മുടെ സംസ്കാരമാണിത്, നമ്മുടെ കാഴ്ചപ്പാടാണിത്. ഈ കാഴ്ചപ്പാട് വിദേശത്തെത്തിയപ്പോൾ ഒരു മാനിനെ ആടിനെ അല്ലെങ്കിൽ മാനിനെ ഒരു കടുവ തിന്നുന്നത് പോലെ നമ്മുടെ സംസ്കാരത്തെ അവർ തിന്നു. തിന്നാവുന്ന അത്രയും അവർ തിന്നു. 10ാമത്തെ മാസമായിരുന്നു ഡിസംബർ, 9ാമത്തെ മാസമായിരുന്നു നവംബർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് അത്രയും ഭാഗം അവര് നമ്മളിൽ നിന്ന് ഡൈജസ്റ്റ് ചെയ്തു, അഥവാ അവര് അതിനെ സ്വാംശീകരിച്ചു. അവർക്ക് കൊള്ളാത്ത ഭാഗങ്ങള് എല്ലും നഖമൊക്കെ എടുത്ത് പുറത്തിട്ടു. ഇങ്ങനെ നമ്മുടെ സംസ്കാരം ലോകം മുഴുവൻ വ്യാപിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിന്റെ നഷ്ടശിഷ്ടങ്ങളാണ് ഒളിമ്പിക്സിലെ ദീപശിഖ. ദീപം എന്ന് പറയുന്നത്, അഗ്നി എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ അഗ്നി പ്രോജ്വലനം ചെയ്താണ് നമ്മുടെ ഇത് തുടങ്ങിയത്. ഈ അഗ്നിജ്വാല എന്ന് പറയുന്നത് അഗ്നിമീളെ പുരോഹിതം എന്ന് തുടങ്ങുന്ന ഋഗ്വേദത്തിൽ നിന്നാണ് ഉണ്ടായത്. അഗ്നിമീളെ പുരോഹിതം എന്ന് പറയുന്ന ഋഗ്വേദത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് നമുക്കിതുണ്ടായത്. അപ്പോ അഗ്നിമീളെ പുരോഹിതം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഒളിമ്പിക്സിൽ എങ്ങനെ എത്തി? സെപ്റ്റംബറും ഒക്ടോബറും നവംബറും ഡിസംബറും എങ്ങനെ വിദേശത്തെത്തി? ഇനി ഒരു പ്രശസ്തമായ വിദേശ വിമാന കമ്പനിയുടെ പേര് ലുഫ്താൻസ എന്നാണ്. ഒരു വിദേശ വിമാന കമ്പനിയുടെ പേരാണ് ലുഫ്താൻസ. എന്താണ് ഈ വസ്തു? ഒരു ഹംസത്തിന്റെ ചിത്രം ഇട്ടിട്ടുണ്ട്. ഒരു ഹംസം, ഒരു പക്ഷി പറക്കുന്ന ചിത്രവും അതിനുണ്ട്, ആ വിമാനത്തിന്റെ മുകളിലുണ്ട്. ലുഫ്താൻസ, ലുപ്ത ഹംസ, ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ഹംസം. ആ ഹംസത്തെ കുറിച്ച് സംസ്കൃതത്തിലുള്ള ലുപ്താൻസ എങ്ങനെയാണ് ഒരു വിദേശ വിമാന കമ്പനിയായി മാറിയത്? ഭാരതീയ സ്വാധീനമല്ലേ? ഇത് നമുക്കറിയാമോ? നമുക്കിതറിയാമോ? നമ്മളിത് പറഞ്ഞാൽ തമാശയാണ്.
വിമാനം പറത്തി. ആരാണ് വിമാനം പറത്തിയത്? റൈറ്റ് ബ്രദേഴ്സ് അല്ലേ? റൈറ്റ് ബ്രദേഴ്സ് വിമാനം പറത്തുന്നതിന് 8 വർഷം മുൻപ് ഈ സ്ഥാപനത്തിന്റെ പേര് മഹർഷി ദയാനന്ദ വൈദ്യ ഗുരുകുലം എന്നാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഋഗ്വേദാദി ഭാഷ്യഭൂമിക. ആ പുസ്തകത്തിൽ വിമാനം ഉണ്ടാക്കുന്നത് വേദങ്ങളിൽ പറഞ്ഞത് എങ്ങനെ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കണ്ടിട്ട് താൽപുടെ എന്ന് പറയുന്ന ഒരാൾ ബോംബെ ചൗപ്പാട്ടി കടപ്പുറത്ത് സ്വന്തമായി വിമാനമുണ്ടാക്കി പറത്തി. ആ വിമാനം ബോംബെ ചൗപ്പാട്ടി കടപ്പുറത്ത് പറന്നപ്പോൾ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് കണ്ടുകെട്ടി. ഈ വിമാനം എന്തിനാണ് കണ്ടുകെട്ടിയത്? ഇത് പരസ്യമായി അപകടകരമായ നിലയിലുള്ള പരീക്ഷണങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നടത്തരുത് എന്ന് പറഞ്ഞാണ്. അദ്ദേഹം അത് റാലി ബ്രദേഴ്സ് കമ്പനിക്ക് വിട്ടു. ഈ സംഭവത്തിന്റെ വിശദവിവരങ്ങൾ ഒരു ഡയറി കുറിപ്പ് പോലെ അദ്ദേഹം മറാഠിയിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രാചീന വിമാന കല എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം അനുസരിച്ച് ഒരു ഹിന്ദി സിനിമ 2-2.5 വർഷം മുൻപ് പുറത്തിറങ്ങിയിരുന്നു. അത് വളരെ വിവാദമാക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിച്ചു. കാരണം വിമാനം ഇന്ത്യയിലാണ് ഉണ്ടായത് എന്ന് വന്നാൽ ഹവായി സാദ എന്നാണ് ആ സിനിമയുടെ പേര്. ഹവായി സാദ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെവിടുന്ന് കിട്ടി? ഭാരതത്തിന്റെ വൈദിക പരമ്പരയിൽ നിന്നാണ് അത് കിട്ടിയത്. ഇനി മറ്റൊന്ന്, കോസ്മെറ്റിക് സർജറി. ഇന്ന് ഇന്ത്യയുടേതല്ല കോസ്മെറ്റിക് സർജറി. അതായത് പ്ലാസ്റ്റിക് സർജറിയുടെ പോലെ തന്നെ കോസ്മെറ്റിക് സർജറി ഉണ്ട്. കോസ്മെറ്റിക് സർജറി എവിടുന്നാണ്? നിരന്തരം ടിപ്പു സുൽത്താൻ ഹൈദരാലിയുമായി ഏറ്റുമുട്ടിയ ഒരു ബ്രിട്ടീഷ് ലോർഡുണ്ട്, കേണൽ ഐറേ കൂട്ട്. അദ്ദേഹം നിരവധി തവണ യുദ്ധത്തിൽ ഹൈദരാലിയായിട്ട് ഏറ്റുമുട്ടി. അവസാനം ഹൈദരാലി ഒരു ദിവസം ഇയാളെ പിടിച്ച് ഇയാളെ മൂക്കങ്ങ് മുറിച്ചളഞ്ഞു. എന്നിട്ടൊരു പ്ലേറ്റിൽ വെച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇയാളിങ്ങനെ നടന്നിങ്ങനെ പോയി ബൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ബൽഗാം അവിടെ എത്തിയ സമയത്ത് ഒരു ഷൂ കോബ്ലർ ഇദ്ദേഹത്തെ കണ്ടു. ചോദിച്ചു, നിങ്ങളെ മൂക്കിന് എന്ത് പറ്റി എന്ന് ചോദിച്ചു. പറഞ്ഞു, മൂക്കിന് ഇങ്ങനെ ഇടിച്ച് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇത് അങ്ങനെ ഇടിച്ചു പറ്റുന്നതല്ല, ഷാർപ്പ് എഡ്ജ്ഡ് ആയിട്ടുള്ളൊരു സോഡ്, അത് മിക്കവാറും ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ഓർ എ കിങ് ഉണ്ടായതാണ്. അപ്പോൾ അയാൾ സമ്മതിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മൂക്കിൻ്റെ ഭാഗം കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അയാൾക്ക് അനസ്തസ്യ കൊടുത്ത് ഈ മൂക്ക് തുന്നി പിടിപ്പിച്ച് നേരെയാക്കി. 2 വർഷത്തിന് ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിൽ തൻ്റെ ഈ അനുഭവം വിശദീകരിച്ചു. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് കോസ്മെറ്റിക് സർജറി പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 3 പേരിങ്ങോട്ട് വന്നു. അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടാണ് ചിന്നിപ്പോയ കാലുകൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കുകയും റോയൽ സൊസൈറ്റിക്ക് അകത്ത് വളരെ ഗൗരവത്തോടു കൂടി ഈ സംഗതി നടത്തുകയും ചെയ്തത്. ഇത്രയും സത്യമാണ്. ഇത് പക്ഷെ ആളുകൾക്കറിയോ? ആളുകൾക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും അറിയില്ല. നമ്മുടെ പല സിദ്ധാന്തങ്ങളും ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് സഞ്ചരിക്കുകയും അവിടെ എത്തുമ്പോൾ അതിന് രൂപപരിണാമം സംഭവിച്ചിട്ട് അത് അവര് കണ്ടുപിടിച്ചു എന്ന രീതിയിൽ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി. ഇതിനെയാണ് നമുക്ക് യു ടേൺ തിയറി എന്ന് വിളിക്കാം. ഇതിനെന്ത് വിളിക്കാം? യു ടേൺ തിയറി. അങ്ങോട്ട് പോയതൊക്കെ കറക്റ്റാ, തിരിച്ചു വരുന്നേരം വേറൊരു സാധനമായിട്ടാണ് വരുന്നത്. പോയതൊന്ന്, തിരിച്ചു വരുന്നത് മറ്റൊന്ന്. പോയ സമയത്ത് എന്ത് സംഭവിച്ചു? അതിന് ഡയജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദഹിപ്പിക്കുക. കിട്ടുന്ന സാധനത്തിനെ ദഹിപ്പിച്ചിട്ട് മറ്റൊന്നായി അവതരിപ്പിക്കുക. ഇത് കൊണ്ട് നമുക്ക് നമ്മുടെ ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ലജ്ജാകരമായ ഒരു വിചാരമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏത് സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക, ആ സിനിമയിൽ ഒരു വില്ലൻ ഒരു സ്വാമിയായിരിക്കും. എല്ലാ സ്വാമിമാരും വില്ലന്മാരാണോ? സ്വാമി ചിന്മയാനന്ദൻ ഒരു വില്ലനാണോ? സ്വാമി മഹർഷി ദയാനന്ദ സരസ്വതി വില്ലനാണോ? അരവിന്ദ ഘോഷ് വില്ലനാണോ? സ്വാമി വിവേകാനന്ദൻ വില്ലനാണോ? പക്ഷെ നമ്മൾ കാണുന്നത്
ഒരു വില്ലനായിട്ടാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ സമാജത്തിന്, നമ്മുടെ സമൂഹത്തിന് നമ്മൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ ആചാര്യന്മാർ, ഞങ്ങൾക്കൊരു സയൻസ് ഉണ്ട്, ഞങ്ങൾക്കൊരു ശാസ്ത്രമുണ്ട്, നമുക്കൊരു ആചാരമുണ്ട്, നമുക്കൊരു വിചാരധാരയുണ്ട്, നമുക്കൊരു കുടുംബ വ്യവസ്ഥയുണ്ട്, നമുക്കൊരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട്. ഇത് പറയാൻ സാധിക്കണ്ടേ? അത് സാധിക്കുന്നില്ല. കാരണം അത് പഠിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. എന്താണ് വേദങ്ങൾ എന്ന് നമുക്കറിയില്ല. വേദം എന്ന വാക്കിനർത്ഥം ജ്ഞാനം എന്നാണ്. നമ്മൾ ഭഗവത്ഗീതയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ മഹാഭാരതത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഭാഗവതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ മറ്റ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് രാമഗീത, രാമായണം, മഹാഭാരതം ഒക്കെ കേട്ടിട്ടുണ്ട്. ഇവയൊക്കെ പ്രമാണമാണോ? ഇവയൊക്കെ പ്രമാണമാണോ? അല്ല, ഇതൊന്നും പ്രമാണമല്ല. ഞാൻ ഹൈക്കോടതിയിലെ കുറച്ച് വക്കീലന്മാർക്ക് വേണ്ടി, സീനിയർ അഡ്വക്കേറ്റ്സിന് വേണ്ടി ക്ലാസ് എടുത്തിരുന്നു. അവരുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കല്യാണം നടക്കുന്നു. എങ്ങനെയാണ് ഒരു കല്യാണം? എന്താണ് ഒരു കല്യാണം? ഇപ്പോൾ ആളുകൾ ചെയ്യുക എന്താ? ഒരു വിളക്ക് എത്തിച്ചു, അതിന് ചുറ്റും നടന്ന് അമ്പലത്തിൽ തൊഴുത് പോകുന്നു. സെക്ഷൻ 7 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച്, സെക്ഷൻ 7 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് ലാജാഹോമവും സപ്തപതിയും ഇല്ലാത്ത വിവാഹങ്ങൾ വിവാഹങ്ങളല്ല. എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? അപ്പൊ ഇത്തരം വിഷയങ്ങൾ ആളുകൾക്കറിയില്ല. നിയമപരമായ ഇത്തരം വിഷയങ്ങൾ പോലും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് അറിയില്ല. മറ്റ് ധാർമ്മിക മേഖലകളിൽപ്പെട്ടവർക്ക് അവർക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അവരുടെ കോഡ് ഓഫ് ടെക്സ്റ്റ് ഇതാണ്. ഇപ്പൊ ഖുർആൻ അടിസ്ഥാനത്തിൽ അവർക്കത് പറയാം, ബൈബിൾ അനുസരിച്ച് അവർക്കത് പറയാം. പക്ഷെ ഇവിടെ ഇതൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം ഇവർക്കൊന്നും അറിയില്ല. ഇപ്പൊ ഗീത ഉപയോഗിക്കും. ഗീത പ്രാമാണിക ഗ്രന്ഥമല്ല. കാരണം എന്താണ്? മറ്റൊരാൾ ആ സമയത്ത് മഹാഭാരതത്തിൽ വേറൊന്ന് എടുത്തുകൊണ്ടിരും. ഗീതയ്ക്ക് നേരെ വിരുദ്ധമായ മറ്റൊന്ന് മഹാഭാരതത്തിൽ തന്നെ ഉണ്ടാവും, അതെടുത്തിട്ട് പറയും. രാമായണത്തിൽ മറ്റൊന്ന് പറയും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് വേദങ്ങളുടെ പ്രസക്തി. എന്താണ് പ്രസക്തി? വേദങ്ങൾ പറയുന്നത്, വേദങ്ങളുടെ അടിസ്ഥാനം എന്താണ്? വേദങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? ശരിക്കും മനസ്സിലാക്കുക. അതായത് ഇപ്പൊ ഭാഗവതം പറയാം. ഭാഗവതത്തിൽ എന്താ പറയുന്നത്? വേദം പ്രത്യക്ഷ നാരായണം സാക്ഷാത്. വേദം പ്രത്യക്ഷ നാരായണനാണ്. അപ്പോ ഭാഗവതം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ? വേദത്തിന്. ഗീത ഋക് സാമ യജുരേവച പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ? വേദത്തിന്. തസ്മാ ശാസ്ത്രം പ്രമാണം കുരുതേ, ശാസ്ത്രം വേദമാണ്, അത് അംഗീകരിക്കണം എന്ന് ഗീതയ്ക്ക് അഭിപ്രായമുണ്ട്. ഉപനിഷത്തുക്കൾ എടുത്തു നോക്കൂ. ഉപനിഷത്തുക്കളിൽ പറയും യത് ഋഗ്വേദോ യജുർവേദ സാമ അഥർവാംഗിരസഹ എന്ന് ബൃഹദാരണ്യകോപനിഷത്തിലും ഛാന്തോഗ്യോപനിഷത്തിലും പ്രമാണസഹിതം പറയുകയാൽ ഉപനിഷത്തിനേക്കാൾ പ്രാധാന്യം എന്തിനാണ്? വേദത്തിന്. ഗരുഡ പുരാണം, അവിടെയാണ് ഈ ശ്രാദ്ധാദി വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയാം, മരിച്ചു കഴിഞ്ഞാലുള്ള വിഷയത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഗരുഡ പുരാണം. അതിൽ പറയുന്നത് എന്താണ്? ഇതിനേക്കാൾ, വേദത്തെക്കാൾ വലിയൊരു പ്രമാണമില്ല. വേദമാണ് പരമപ്രമാണം. ഇനി ദേവി ഭാഗവതം എടുത്താൽ പറയും വേദമാണ് പരമപ്രമാണം. ഈ ഉപനിഷത്തുക്കളായിക്കൊള്ളട്ടെ, മറ്റ് ഗ്രന്ഥങ്ങളായിക്കൊള്ളട്ടെ, രാമായണത്തിൽ രാമൻ 4 വേദവും 6 ശാസ്ത്രവും പഠിച്ച ആളാണ്. രാമായണം പഠിച്ച ആളല്ല. അതാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. ഇനി ശ്രീകൃഷ്ണൻ 4 വേദവും 6 ശാസ്ത്രവും പഠിച്ച ആളാണ്. ഗീത പഠിച്ച ആളല്ല, ഗീത പറഞ്ഞ ആളാണ്. ഗീത പറയാൻ അദ്ദേഹത്തിന് പ്രേരണ കൊടുത്തത് മറ്റെന്തോ ആണ്. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ മുഴുവൻ ശാസ്ത്രവും എടുത്ത് പഠിച്ചാൽ വേദമാണ് മുഖ്യം. എങ്ങനെയാണ് മുഖ്യമാവുന്നത്? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ വരുന്ന സമയം വരെ ആ വീട് എന്റെയാണ്. ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, എൻ്റെ വീടാ, സംശയമൊന്നുമില്ല. ഇപ്പം എനിക്ക് ഇനി അവിടെ ചെന്നപ്പോൾ ഒരാൾ വന്ന് പറയാണ് നിങ്ങളെ വീടൊക്കെ ഇപ്പം പോയി, ഇത് നിങ്ങളതല്ല, എൻ്റെയാ. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു? എൻ്റെ ആധാരമൊക്കെ എടുത്തിട്ട്
വന്ന് പറഞ്ഞു, ഇത് എൻ്റെ പേരിൽ തന്നെയാണ്. അല്ല, അതിപ്പോൾ ഇതിലും ചെയ്തോളന്നില്ലല്ലോ. അപ്പം ഞാൻ വേഗം നികുതി അടച്ച റെസീറ്റ് എടുത്തുകൊണ്ട് വന്നു. ഞാൻ നികുതി അടച്ചിട്ടുണ്ട്, ഇതാ. അതുകൊണ്ട് എന്താ കാര്യം? അതിനേക്കാളൊക്കെ പ്രമാണം ഞങ്ങൾക്ക് വിറ്റതാണത്. അവസാനം ഞങ്ങൾ ഇതിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി. അവിടെ നോക്കുമ്പോൾ അതിൻ്റെ തന്നെയാണ്. വേറെ പോക്കുവരവൊന്നും നടത്തിയിട്ടില്ല. എന്ന് പറയും പോലെ ഹിന്ദുമതത്തിൽ അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ഏത് ഗ്രന്ഥത്തിൻ്റെയാണ് പ്രാമാണികത എന്ന് ചോദിച്ചാൽ അത് വേദമാണ്. ഇവിടെയാണ് വേദത്തിൽ എന്തു പറഞ്ഞോ അതിന് വിരുദ്ധമായതൊന്നും നമുക്ക് സ്വീകാര്യമല്ല. വേദത്തിൽ പറയുന്നതെല്ലാം നമുക്ക് സ്വീകാര്യവുമാണ്. ഇതനുസരിച്ചാണ് സ്മൃതികളൊക്കെ ഉണ്ടാക്കിയത്. കാലാകാലങ്ങളിൽ സ്മൃതികളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വേദത്തിന് ഹിന്ദുധർമ്മത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ആളുകൾക്കറിയില്ല. വൈദിക ജീവിതചര്യയായിരുന്നു ഒരു കാലത്ത് ഭാരതത്തിലെ ആളുകൾ അനുവർത്തിച്ചിരുന്നത്. ആ അനുവർത്തിച്ച കാലത്താണ് ഭാരതത്തിലേക്ക് വിദേശ അക്രമകാരികളെല്ലാം വന്നത്. കാരണം ഭാരതം സമൃദ്ധമായിരുന്നു. എന്താണ് വിദേശത്തിലുള്ള ആളുകളൊക്കെ അവിടെ വരുമ്പോൾ വേദങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു പദാർത്ഥത്തിൻ്റെയും ഗുണം, കർമ്മം, സ്വഭാവം എന്നിവ മനസ്സിലാക്കൂ. എന്താ മനസ്സിലാക്കണ്ടേ? ഏത് പദാർത്ഥത്തിൻ്റെയും ഗുണം, കർമ്മം, സ്വഭാവം, ഇത് പഠിക്കാനാണ് പറയാ. ചുരുക്കം, വെള്ളത്തിന്റെ ഗുണം എന്താ, കർമ്മം എന്താ, സ്വഭാവം എന്താ. നിങ്ങൾക്ക് റോക്കറ്റ് വിടണമെങ്കിൽ റോക്കറ്റ് വിടാം, അതല്ല കപ്പൽ വിടണേ കപ്പൽ വിടാം. എന്ത് വേണമെങ്കിലും ഈ ഒരു എലമെന്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അഗ്നിയുടെ ഗുണം, കർമ്മം, സ്വഭാവം, ഇത് പഠിക്കുന്ന രീതി അവലംബിച്ചാണ് വേദങ്ങളിൽ നിന്ന് ആയുർവേദം ഉണ്ടായത്. ഇതിനെ അവലംബിച്ചാണ് ആയുർവേദം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇന്ന ചെടിക്ക് അഗ്നിഗുണം, ഇന്ന ചെടിക്ക് വാദത്തിന്റെ ഗുണം, ഇന്ന ചെടിക്ക് ഇന്ന ജലത്തിന്റെ അംശം, നീര്, ഇതിന്റെ വേര് ഇന്നതിന്, അഗ്നിമാന്ദ്യം വന്നാൽ പാൻക്രിയാസിനെ ഉൽപ്പാദിപ്പിക്കാൻ എന്ത് വേണം. ഇത് ആയുർവേദത്തിന് കിട്ടാൻ കാരണം വേദത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് വേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. ഇനി സംഗീതം, സ രി ഗ മ പ ധ നി, അല്ലേ? ഈ സ്വരങ്ങൾ എവിടുന്നാണ് ഉണ്ടായത്? സ്വരങ്ങൾ സാമവേദത്തിൽ നിന്നാണ് ഉണ്ടായത്. എവിടുന്നാ? സാമത്തിൽ നിന്നാണ്. സാമവേദത്തിൽ നിന്നാണ് സ്വരം ഉണ്ടായത്. സ്വരം എവിടെ എങ്ങനെ ഉച്ചരിക്കണം, ഷഡ്ജം എങ്ങനെയാണ്, ഋഷഭം എന്താണ്, ഗാന്ധാരം എന്താണ്, ധൈവതം എന്താണ്, മധ്യമം എന്താണ്, പഞ്ചമത്തിന് സ്വരം എങ്ങനെയാണ്. പഞ്ചമത്തിന് കോകില സ്വരാണെങ്കിൽ, പഞ്ചമത്തിൽ ഒരു വാക്കുച്ചരിക്കുകയാണെങ്കിൽ അതിന് കോകിലത്തിന്റെ സ്വരമായിരിക്കും. കോകിലം, കുയില്, കുയിലിന്റെ ശബ്ദം ഉണ്ടാവുന്നത് എങ്ങനെയാണ്. ഈ കാര്യങ്ങളും വരുന്നത് മുഴുവൻ സാമത്തിൽ നിന്നാണ്, സാമവേദത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. ഇനി നാട്യം അഥവാ നൃത്തം അഥവാ നമ്മുടെ എന്താണ് ഭരതനാട്യമൊക്കെ കണ്ടില്ലേ? ആരാ ഭരതൻ? ഭരതനാണ് നാട്യശാസ്ത്രം എഴുതിയ ആള്, അല്ലേ? ആ നാട്യശാസ്ത്രം എഴുതിയ ഭരതൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ നാട്യശാസ്ത്രം ഞാൻ ഉണ്ടാക്കിയത് വേദങ്ങളിൽ നിന്നാണ്. പശുവിന് 4 അകിടിൽ നിന്ന് എങ്ങനെയാണോ പാല് കറന്നെടുക്കുന്നത്, ഋഗ്വേദമാകുന്ന 4 വേദാണ്, അത് ഓരോ അകിടായിട്ട് കണക്കാക്കിയാൽ ഋഗ്വേദത്തിൽ നിന്ന് ഞാൻ ഇന്നതെടുത്തു, സാമത്തിൽ നിന്ന് ഞാൻ ഇന്നതെടുത്തു, അഥർവത്തിൽ നിന്ന് ഞാൻ ഇന്നതെടുത്തു, പിന്നെ യജുർവേദത്തിൽ നിന്ന് ഞാൻ ഇന്നതെടുത്തു. ഇങ്ങനെ ഞാൻ എന്തുണ്ടാക്കി? ഈ പറയുന്ന നാട്യശാസ്ത്രം ഉണ്ടാക്കി. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എവിടെയാ? വേദം. ആയുർവേദത്തിന്റെ അടിസ്ഥാനം എവിടെയാ? വേദം. സംഗീതത്തിന്റെ അടിസ്ഥാനം എവിടെയാ? വേദം. ഇനി അധ്യാത്മശാസ്ത്രം, മോക്ഷശാസ്ത്രം, മോക്ഷം കിട്ടാനുള്ള ശ്രമമാണല്ലോ ആധ്യാത്മികമായ വളർച്ച. അതിന്റെ ശാസ്ത്രം എവിടെയാണ്? അഗ്നിമീളെ പുരോഹിതം. അഗ്നി ഈശ്വരനാണ്, അത് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ആ അഗ്നിയെ നമ്മുടെ ഉള്ളിൽ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഉള്ളില് സാക്ഷാത്കരിച്ചാൽ എന്തുണ്ടാവും?
നമ്മളെ ഉള്ളിൽ അഗ്നിയെ സാക്ഷാത്കരിച്ചാലുള്ള ഫലം എന്താണ്? രത്നധാതമം. രത്നത്തെ പോലെ അത് പ്രകാശിക്കും. നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടാവുന്നറിയോ? ഉദ്വയം തമസസ്പരിസ്വ പശ്യന്ത ഉത്തരം ദേവം ദേവത്ര സൂര്യ മകന്മ ജ്യോതിരുത്തമം. എൻ്റെ ഹൃദയമാകുന്ന ആകാശത്തില് ഇരുട്ടാകുന്നതിനെ മുഴുവൻ അസ്തമിപ്പിച്ചിട്ട് അവിടെ സൂര്യൻ ഉദിച്ചുയരും. നമ്മളുടെ ഉള്ളില് ഇരുട്ടുണ്ടെങ്കിൽ ആ ഇരുട്ടിനെ അകറ്റാൻ പറ്റുന്ന രത്നമാണ് ഈ ഭഗവാൻ. അങ്ങനെ പറയുന്ന ആ ഭഗവത് സ്വരൂപത്തെ പറയുന്നതും ഇതേ വേദങ്ങൾ തന്നെ. അതേ വേദത്തിലാണ് പറയുന്നത്, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം. ഈ ലോകം മുഴുവൻ ഈശ്വരനാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഈ സർവത്ര ഈശ്വരനുണ്ട്. ഈശ്വരനില്ലാത്ത തൂണിലും തുരുമ്പിലും സർവത്ര ഭഗവാനുണ്ട്. ഭഗവാൻ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. പിന്നെ ആരുണ്ട്? ഞാനും ഉണ്ട്. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത്, ഈ കാണുന്ന പ്രപഞ്ചവും ഉണ്ട്. ആ പ്രപഞ്ചത്തിനെ മൂടിയിരിക്കുന്നത് ഭഗവാനാണ്. പ്രപഞ്ചവുമുണ്ട്, പ്രപഞ്ചത്തെ മൂടിയ ഭഗവാനുണ്ട്. തേന തെക്തേന ഭുഞ്ചീത, ത്യജിച്ചുകൊണ്ട് ഭുജിക്കുന്ന ഞാനും ഇവിടെയുണ്ട്. നമ്മൾ 3 പേരും ഇവിടെയുണ്ട് എന്ന് പറയുന്ന അധ്യാത്മശാസ്ത്രവും വേദങ്ങളിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വേദത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദാദി ശാസ്ത്രങ്ങൾ എങ്ങനെയാണ് അഭ്യസിക്കുക. 20,000-ഓളം വരുന്ന മന്ത്രങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുക എന്നതാണോ? അത് സാധ്യവുമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധ്യവുമല്ല. അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പഠനത്തിന് നമുക്ക് പലതും കഴിഞ്ഞിട്ടില്ല. നമ്മളെ കുട്ടിക്കാലത്ത് ഇതൊന്നും പഠിക്കാൻ നമുക്ക് സാധിച്ചില്ല. നമ്മളെ ആളുകൾക്ക് ഒന്നും അറിയില്ല. ഒരാളോട് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുക, ഖുർആൻ ആർക്കാ കിട്ടിയത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെയാ ബൈബിള്? യേശു ക്രിസ്തു. ഇല്ലേ? സംശയമൊന്നുമില്ല. ഋഗ്വേദം ആർക്കാ കിട്ടിയത്? ഇത്രല്ല. മറ്റു മതക്കാർ അത് പഠിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ചുരുങ്ങിയ പക്ഷത് മനസ്സിലാക്കണ്ടേ? ഒരറിവിന് വേണ്ടിയെങ്കിലും വേണ്ടേ? അപ്പൊ ഋഗ്വേദം അഗ്നി ഋഷി, യജുർവേദം വായു ഋഷി, സാമവേദം ആദിത്യ ഋഷി, അഥർവവേദം അങ്കിര ഋഷി. ഇത് പഠിക്കണ്ടേ? വേണം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? നമുക്കൊന്നും അറിയില്ല. നമ്മുടെ ശാസ്ത്രത്തെക്കുറിച്ച് അറിയില്ല, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അറിയില്ല, നമ്മൾ അച്ഛനമ്മമാരെ നോക്കുന്നതിനെ കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മളിവിടെ മുഖ്യമായി പഠിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അത് വേദാദി ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സനാതന ധർമാനുയായി ഈ ഭാരതത്തിൽ ജനിച്ചവൻ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് എന്താണ്? അവനവനേക്ക് തിരിഞ്ഞു നോക്കുക. ധാരാളം ആത്മഹത്യകൾ നടക്കുന്ന ഒരു രാജ്യമാണ് കേരളം. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യാൻ കാരണം നിരാലംബമായ അവസ്ഥയാണ്. അവലംബിക്കാൻ ഒരു ഭഗവാനില്ല, നമുക്ക് പിടിക്കാൻ ഒരാളില്ല. നമുക്ക് പലപ്പോഴും ഇതിനിടയിൽ ഒരു പുരോഹിതന്റെ ആവശ്യമുണ്ട്. നമ്മളെ പ്രയാസങ്ങൾ തീർക്കാൻ ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. അത് ആദ്യം പഠിക്കുക. ഭഗവാന്റെയും എന്റെയും ഇടയിൽ ആരുടെയും ആവശ്യമില്ല. ഞാനും ഭഗവാനും അടുത്തടുത്തിരിക്കുന്ന സഖാക്കളാണ്. നമ്മളെ ഏറ്റവും അടുത്ത സഖാവ് ഈശ്വരനാണ്. നമ്മളെ ഏറ്റവും അടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഈസ് നോട്ട് അവർ ചിൽഡ്രൻ, നോട്ട് അവർ ഹസ്ബൻഡ്, നോട്ട് അവർ വൈഫ്, നോട്ട് അവർ എനി വൺ ഓഫ് ദാറ്റ് കൈൻഡ്. മറിച്ച് ഭഗവാൻ. അത് ഇത്ര അടുത്ത മിത്രനാണ്. നമ്മളുടെ മിത്രം, സഖാവാണ്. തൊട്ടടുത്തുണ്ട്, എൻ്റെ അടുത്തുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് ഭഗവാൻ എൻ്റെ അടുത്തുണ്ട്. ഏത് പ്രാരാബ്ധത്തിലും, ഏത് വിഷമത്തിലും, ഏത് ഗൗരവമുള്ള വിഷയത്തിലും, ഏത് ആനന്ദത്തിലും ആ ഭഗവാൻ നമ്മുടെ കൂടെ സദാ ഇരിക്കുന്നു.
അങ്ങനെയുള്ള ഭഗവാനെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമം നടത്തണം. അത് നമുക്ക് സന്ധ്യാവന്ദനാദികൾ ചെയ്യണം. എന്താണ് ഈ സന്ധ്യാവന്ദനാദി എന്ന് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും വൈകുന്നേരം നാമം ജപിക്കലാണ്. അങ്ങനെയല്ല. 2 സന്ധ്യകളുണ്ട്. ഒന്ന് പ്രഭാത സന്ധ്യ, വൈകുന്നേരത്തെ സന്ധ്യ, സായാഹ്ന സന്ധ്യ. ഈ 2 സന്ധ്യാവേളകളിലും വിളക്കിൽ തിരിയിട്ട് കത്തിച്ച് വേദാദി ശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ച ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കണം. അപ്പോ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരും, നമ്മുടെ ചുറ്റുമുള്ള ഐശ്വര്യം വർദ്ധിച്ചു വരും. ഞാൻ പഠിപ്പിക്കുന്ന എത്രയോ ആളുകൾ എന്നോട് പറയും, എനിക്ക് അവരുടെ മുഖമൊന്നും അറിയില്ല, ഞാൻ എത്രയോ ആളുകൾ പഠിപ്പിച്ചു വിടുക, എനിക്ക് ആളുടെ മുഖമൊന്നും എനിക്കറിയില്ല. എങ്കിലും രക്ഷപ്പെട്ട ആളുകൾ വന്നിട്ട് പറയും, അത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ചുറ്റുവട്ടം നല്ല മാറ്റം വരാൻ തുടങ്ങി, എൻ്റെ ഉള്ളിൽ മാറ്റം ഉണ്ടായി, ഞാനത് നന്നായി അനുഭവിക്കുന്നുണ്ട് എന്ന് പറയും. ആ അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിത് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. ജീവിതത്തിൽ പകർത്താതെ പ്രസംഗിച്ചത് കൊണ്ട് ലോകത്തൊരു കാര്യവുമില്ല. ധാരാളം പ്രസംഗിക്കാം, എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം, 1000കണക്കിന് മണിക്കൂറുകളോളം നമുക്ക് പ്രസംഗിച്ചു സാധിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതാണ് പ്രധാനം. നഖം കടിക്കരുതെന്ന് 50,000 പ്രസംഗം നടത്തി, എന്നിട്ട് നഖം കടിക്കുന്നുണ്ടെങ്കിലോ കഴിഞ്ഞില്ലേ? പ്രസംഗം കൊണ്ട് എന്ത് ഫലം? പ്രസംഗത്തിന്റെ ഫലം അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. സ്വജീവിതത്തിൽ പകർത്താത്ത പ്രസംഗങ്ങൾ നിഷ്ഫലങ്ങളാണ്. അത് മനസ്സിലാക്കുക. മനസ്സിലായല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സന്ധ്യ അഥവാ ബ്രഹ്മയജ്ഞം പ്രതിദിനം 2 നേരം ചെയ്യണം. സമയം എടുത്തിട്ടല്ല, അത് നിങ്ങളെ പഠിപ്പിക്കും. 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു യജ്ഞം. ഹിന്ദുക്കൾക്കൊന്നും ഇതറിയില്ല, വെറുതെ പറയാ. ഇത് ഹിന്ദുവിനുള്ളതൊന്നും കേട്ടോ. അന്ന് ഹിന്ദു ഒന്നുമില്ല. വേദം ഉണ്ടാകുന്ന കാലത്ത് ഹിന്ദുവെന്നും ക്രിസ്ത്യാനിന്നും മുസ്ലിമെന്നും ഒന്നുമില്ല. മനുഷ്യന് വേണ്ടിയാണ്. മനോർഭവ, മനുഷ്യനാവൂ എന്നാണ് പ്രാർത്ഥന. ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ? മനോർ ഭവ. എന്താവണം? മനുഷ്യനാവണമെന്ന്. കാരണം എന്താ വെച്ചാൽ അതില്ലേ. ഇപ്പൊ ആളുകൾ നമ്മൾ കാണുന്ന മനുഷ്യന്മാരല്ല. കാട്ടുപോത്ത്, മൂർഖം പാമ്പ്, വെട്ടുപോത്ത് തുടങ്ങിയ ആളുകൾ മനുഷ്യരൂപം പൂണ്ട് വരികയാണ്. മനുഷ്യരൂപം പൂണ്ടിങ്ങനെ വരിക. പക്ഷെ കയ്യിലിരിപ്പ് മുഴുവൻ മൂർഖം പാമ്പിന്റെയും വെട്ടുപോത്തിന്റെയും ഒക്കെയാണ്. അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. മനുഷ്യരിലുള്ള ഒരു പക്ഷിത്വം എങ്ങനെയാണ് മനസ്സിലാവുക എന്നറിയോ? ഒരു പക്ഷിത്വം മനസ്സിലാകാനുള്ള ഇപ്പോൾ ബന്ദ് സമയം ഒരു KSRTC ബസ് നിറച്ച ആളുകൾ കയറുന്നു. അവസാനത്തെ ആള് ആ ഡോറിൻ്റെ ഉള്ളിൽ കൂടി ചാടി വീഴുന്നൊരു രംഗം കാണാം. അയാളുടെ ഉള്ളിലുള്ള പക്ഷിയാണത്. അയാളുടെ ഉള്ളിലുള്ള പക്ഷി അങ്ങനെ ചെയ്യുക. പിന്നെ ഒരാളുടെ ജന്തുത്വം കാണിച്ചു തരാം. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു നായക്ക് ഒരു 10 കഷ്ണം, ഒരു 10 നായുണ്ട്, 2 കഷ്ണം ഇറച്ചി കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും? അടിപിടി കൂടും അല്ലേ? നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ സീറ്റ് കിട്ടാനോ എന്താ ചെയ്യുന്നേ? സെയിം, നോ ഡൗട്ട്, സെയിം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വി ആർ നോട്ട് സിവിലൈസ്ഡ്, വി ആർ നോട്ട് സിവിലൈസ്ഡ്. നമ്മളുടെ ഉള്ളിലേക്ക് ആ ജന്തുത്വം നമ്മളിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഹിന്ദു ആവണമെന്നോ ക്രിസ്ത്യാനി ആവണമെന്നോ മുസ്ലിം ആവണമെന്നോ അല്ല, വേദം പഠിക്കൂ എന്നാണ്. വേദം പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംസ്കാരം ഉണ്ടാവും. അതാണ് ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത. എന്താണെന്നറിയോ? ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത, അതിന്റെ പേരൊക്കെ പിന്നിട്ടത് ആള്. സിന്ധു എന്ന് പറയുന്ന നദിയുടെ കരയിലിരിക്കുന്ന ആളുകൾക്ക് ഒരു പേരിട്ടു. കാരണം ഈ ഇറാനിലേക്ക് പോകുന്നതിനനുസരിച്ച് സാ എന്നുള്ളതൊക്കെ ഹാന്നാവും. ഹിന്ദു, സിന്ധു, ഹിന്ദു, സപ്ത, ഹഫ്ത, അങ്ങനെയാവും. അങ്ങനെയാണത് വരിക. അപ്പൊ അതെന്താ കാരണം എന്ന് വെച്ചാൽ ഭാരതത്തിന്റെ സംസ്കാരം ഒരു കാലത്ത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ ജപ്പാന്റെ ശരിയായ പേര് നിപ്പോൺ എന്നാണ്. നിപുണ രാജ്യം. അവർക്ക് എന്തില്ലെങ്കിലും പെട്ടെന്ന് അവരുണ്ടാക്കിയെടുക്കും. സുനാമി വന്നാൽ പിറ്റേത്തെ മാസം ആകുമ്പോഴേക്കും അവരാ പോയ സാധനത്തിനെയൊക്കെ തിരിച്ചു പിടിക്കുന്ന നൈപുണ്യമുള്ളവരാണ് അവര്. അവരുടെ രാജവംശം, അവരുടെ കൊടിയടയാളം എന്താണെന്നറിയോ? ഉദയസൂര്യൻ. അവിടെ രാജാവിന്റെ പേരറിയോ? ഹിരോഹിതോ. നേരത്തെ പറഞ്ഞ ഹകാരം സകാരമായാലുണ്ടാവുന്നതെന്ന് പറ. സൂര്യസുതൻ, ഹിരോഹിതോ. മരുത്സുതൻ, മരുഹിതോ. അടുത്ത രാജാക്കന്മാരുടെ പേരായത്.
നാളെ മരിച്ചുപോയ ഒരു രാജാവിൻ്റെ പേര് നരോത്തം സിംഹാനോക്ക്, കണ്ടില്ലായിരുന്നു? പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. എവിടുന്ന് വന്ന പേരാ? ഭാരതത്തിന്റെ സംസ്കാരമാണ് ഇതിൽ മുഴുവൻ നാട്ടിലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഉപാസനയാണ് ഇവിടെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. എന്താ പഠിപ്പിക്കുന്നത്? ഈ ഉപാസന പഠിക്കുന്നതോടുകൂടി ഭഗവാനോട് നമുക്ക് നേരിട്ട് കാര്യം പറയാം. ഇൻ ബിറ്റ്വീൻ ദർ ഈസ് നോ നീഡ് ഓഫ് എ പ്രീസ്റ്റ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പ്രീസ്റ്റാണ്. എബോളിഷ് ദാറ്റ് സിസ്റ്റം. നിങ്ങൾക്ക് ഭഗവാനോട് നേരിട്ട് പറയാലോ. ഭഗവാൻ നമ്മൾ പറയുന്ന എല്ലാം കേൾക്കാൻ തയ്യാറാണ്. ഹി ഈസ് ഹിയർ, വെരി മച്ച് ഹിയർ. നമ്മളുടെ ഏറ്റവും അടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ടാവുമ്പോ നമ്മൾ എന്തിനാണ് വേറെ? എനിക്കും ഭഗവാന്റെ ഇടയിൽ ഒരാളുടെയും ആവശ്യമില്ല. അതാണ് ബ്രഹ്മയജ്ഞം. അതിവിടെ പഠിപ്പിക്കും. നമ്പർ 1. നമ്പർ 2 പഠിപ്പിക്കുന്നത് അഗ്നിഹോത്രം. എന്താ പഠിപ്പിക്കുക? എന്തിനാ അഗ്നിഹോത്രം പഠിപ്പിക്കുന്നത്? അഗ്നിഹോത്രം ദേവയജ്ഞമാണ്. എന്താ അതിന്റെ പേര്? ദേവയജ്ഞം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയും, യജ്ഞശിഷ്ടാശിന. യജ്ഞശിഷ്ടം മാത്രമേ അശിന കഴിക്കാൻ പാടുള്ളൂ. എന്താണ് യജ്ഞശിഷ്ട മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നത്? അതിന് ശങ്കരാചാര്യ സ്വാമികള് ഭഗവത്ഗീതയിൽ പറഞ്ഞ വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ, ചുല്യാദി പഞ്ചപാപങ്ങൾക്കുള്ള പരിഹാരാർത്ഥം പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്ത ശേഷമേ ഒരാൾ ആഹാരം കഴിക്കാവൂ, അല്ലെ പാപം ഉണ്ടാവും. അതുകൊണ്ട് അഗ്നിഹോത്രം ചെയ്യാതെ ആഹരിക്കരുത്. എന്താ ആഹരിച്ചാൽ? അഗ്നിഹോത്രത്തിനകത്ത് ഒരുപാട് ദിവ്യമായ ശക്തികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഇന്നത്തെ ആളുകൾക്ക് അറിയില്ല. കാരണം ഇന്ന് അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നവനറിയില്ല, അച്ഛനമ്മമാരെ ആദരിക്കാൻ അറിയില്ല, അതെങ്ങനെയാണ് അതിൻ്റെ മര്യാദ എന്നറിയില്ല. അതാണ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ യജ്ഞം. അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പോ ഈ ദേവയജ്ഞം എന്ന് പറയുന്നത് അഗ്നിഹോത്രത്തിലെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള എല്ലാ ഹോമങ്ങളും ലോകത്തുണ്ടായത്. ഗണപതി ഹോമം, മറ്റേ ഹോമം, എല്ലാ ഹോമവും ഉണ്ടായത് എങ്ങനെയാ? അഗ്നിഹോത്രം ഉണ്ടായതിനു ശേഷം. അഗ്നിഹോത്രം ഇല്ലാതെ ഒരു യജ്ഞവും നടന്നിട്ടില്ല. അഗ്നിഹോത്രത്തിന് ശേഷമാണ് പിതൃയജ്ഞം. ഇവിടെ പഠിപ്പിക്കും. എന്താ പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ? ഞാൻ ഉണ്ടായത് ആരിൽ നിന്നാ? മരിച്ച ശേഷം ചെയ്യേണ്ടതല്ല പിതൃയജ്ഞം. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്ക് ചെയ്യേണ്ടതാണ് പിതൃയജ്ഞം. ഇത് ഇന്ന് ഒരു സ്കൂളിലും ഒരു കോളേജിലും പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ അനന്തര ഫലമാണ് ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്നത്. മരിച്ച ശേഷം നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. കാക്കയ്ക്ക് കൊടുക്കുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി അച്ഛനമ്മമാരെ ഉപചരിക്കുന്നത് ശ്രാദ്ധം. അതാണ് ശ്രാദ്ധം. എന്താണ് ശ്രാദ്ധം? ജീവനോടിരിക്കുമ്പോൾ. എന്താ കാരണം? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് ശങ്കരാചാര്യ സ്വാമികളുടെ മനോഹരമായൊരു കവിതയുണ്ട്. ആ കവിത നിങ്ങൾ പഠിക്കേണ്ട. എന്നോട് പലരും ചോദിക്കും, മക്കൾക്ക് ചൊല്ലാൻ ഒരു കവിത, ഒരു മന്ത്രം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഇതാ എഴുതി കൊടുക്കുക. എന്താ കാരണം എന്നറിയോ? ഇത്രയേ ഉള്ളൂ. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ. പ്രസവ സമയത്ത് അമ്മ അനുഭവിച്ച ശൂലം കൊണ്ട് കുത്തുന്ന അതിഭയാനകമായ വേദനയ്ക്ക് പകരമായിട്ട് ഞാൻ എന്ത് കൊടുക്കും? കൊടുക്കാൻ പറ്റുമോ? സ്വന്തം അമ്മ അനുഭവിച്ച തീവ്രമായ വേദനയ്ക്ക് എന്ത് പരിഹാരം? ആലോചിച്ച് നോക്കൂ. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ. ശൂലം കൊണ്ട് കുത്തുന്നത് പോലുള്ള വേദന അനുഭവിച്ചാ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. നിങ്ങൾ ഓരോരുത്തരും വന്നത് അങ്ങനെയാ. ആ അമ്മ അനുഭവിച്ച വിഷമം എത്രയാ? ആ അമ്മയുടെ വേദന എത്രയാ? ആ അമ്മയുടെ ക്രോമസോമുകളാണ് എൻ്റെ ശരീരത്തിലുള്ളത്. ആ അമ്മയുടെ ജനിതകങ്ങളാണ് എൻ്റെ ഉള്ളിലുള്ളത്. ആ അച്ഛൻ്റെ ജനിതകങ്ങളാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഞാനെന്ന് പറയുന്നത് ഈ അച്ഛനമ്മമാരുടെ തുടർച്ച മാത്രമാണ്. ഞാൻ അവസാനിച്ചിട്ടില്ല. അവരുടെ ഒരു തുടർച്ചയാണ്.
അപ്പോൾ ആ അമ്മയെ നിങ്ങൾ ഒരു മനസ്സുകൊണ്ട് ഒന്ന് തപിപ്പിച്ചാൽ അതോട് കൂടിയിട്ട് ആ ലോകം അവസാനിക്കുകയും. ദുർവാര ശൂലവ്യഥ നൈരുച്യം. അമ്മയാണെങ്കിലോ രുചിയില്ലാതെ, ഭക്ഷണമൊന്നും കഴിക്കാണ്ടേ, രുചിയില്ല അമ്മയ്ക്ക്. നൈരുച്യം തനുശോഷണം. എങ്ങനെയായി? മെലിഞ്ഞ് മെലിഞ്ഞ് ഇങ്ങനെയായി. ഈ ഛർദിക്കുക, ഈ എന്നെ ഗർഭം ധരിച്ചോട് കൂടിയിട്ട് ഭയങ്കര ഛർദിയാണ്. അമ്മയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ആ വേദന മുഴുവൻ സഹിച്ച് ആ ദുർഭര ഗർഭം സുഖേന ജനയിത്രി എന്ന് ഉള്ളൂര് പാടിയതുപോലെ അത് ഉള്ളിൽ തട്ടി ആ അമ്മ കൊണ്ടു നടന്നു. പിന്നെ പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാ? ശയ്യയിൽ മലമൂത്ര വിസർജനം കൊണ്ട് അമ്മയെ ഒരു ദിവസം പോലും ഞാൻ ഓർക്കിയിട്ടില്ല. ദുർവാര ശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച സാംവത്സരി. ഒരു കൊല്ലന്റെ പ്രധാന പരിപാടി അപ്പിടലും മൂത്രമൊഴിക്കുക. രാത്രി ഒന്നും ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇന്ന് അമ്മ പറയുമ്പോ, ഇന്ന് അമ്മ മോനെ നീ ഇങ്ങോട്ട് വാ, അല്ലെ മോളെ നീ ഇത് ചെയ്യരുതെന്നെ പോളെ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, താൻ തന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത്. തന്നിക്ക് തന്നെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്, പുറത്തൊരാളോടല്ല. അമ്മ ഇത് പഠിപ്പിക്കണ്ടേ? ഇത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല, ഇത് കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ല, ഇത് ആചാര്യന്മാരും പഠിപ്പിക്കുന്നില്ല, ഇത് ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ പഠിപ്പിക്കുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും? നമ്മളെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. ക്രൂരമായ സംസ്കാരത്തിലേക്ക് നമ്മൾ വഴുതി വീഴുമ്പോൾ, എന്നോടൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് 50 ലക്ഷം രൂപ തരാം, അങ്ങൊരു വൃദ്ധസദനം തുടങ്ങും. ഞാൻ അവരോട് പറഞ്ഞു, 50 ലക്ഷം കൊണ്ടൊരു പാപം വാങ്ങാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ ആരാണോ ഈ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആ വീട്ടിലെ അച്ഛനമ്മമാരെ ആ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കൂ. ഇവരെ അങ്ങനെ അയക്കേണ്ടവരല്ല. അവരെ ഒന്ന് ശുശ്രൂഷിച്ച് അവരെ കൂടെ നിന്ന് അവരെ സന്തോഷത്തിൽ നിന്ന്, ആ സന്തോഷത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആനന്ദമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമുണ്ട്, എൻ്റെ സൗഭാഗ്യമുണ്ട്. ആ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ അമ്മയിൽ നിന്നും ഈ അച്ഛനിൽ നിന്നും എന്നെ പഠിപ്പിച്ച ആചാര്യന്മാരിൽ നിന്നുമാണ്. ഇത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരു ആചാര്യനായി. ഈ കാര്യം ഒരു കുഞ്ഞിനെ പഠിപ്പിച്ച് ഒരു കുഞ്ഞ് സ്വന്തം അച്ഛനമ്മമാരെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം സ്വാർത്ഥകമായി. അപ്പോഴാണ് ഞാനൊരു ആചാര്യനാവുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. ഇത് പഠിക്കണ്ടേ? നമ്മൾ പഠിക്കണ്ടേ? നോക്കൂ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആരാണ് അതിഥിയജ്ഞം? അതിഥിയജ്ഞം എന്താണ്? അടുത്ത 4ാമത്തെ യജ്ഞം അതിഥിയജ്ഞമാണ്. എന്താണ് അതിഥി? വരുന്ന നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ബിസ്ക്കറ്റും ചായയും കൊടുക്കുന്നതല്ല. വരുന്നവനും പോകുന്നവനും മുഴുവൻ ബിസ്ക്കറ്റും ചായയും കൊടുത്തു, അതിഥിയജ്ഞം ചെയ്തു. ഇല്ല. എന്താണ് അതിഥിയജ്ഞത്തിന്റെ ഫലം എന്ന് കഠോപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. കഠോപനിഷത്ത് പറഞ്ഞത്, ആശാ പ്രതീക്ഷാ സംഗതം ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ. ഇതിന്റെ ഫലം ലഭിക്കണമെങ്കിൽ അതിഥിയെ പൂജിക്കണം. തിഥി നോക്കാതെ വരുന്ന വേദജ്ഞരായ വ്യക്തികളാണ്. ആരാണ്? തിഥി നോക്കാതെ. തിഥി എന്ന് പറഞ്ഞാൽ എന്താ? ഏകാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി, ഇതാണ് തിഥി. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, തിഥി. ഇത് നോക്കാണ്ട് വരുന്നവർ ആചാര്യന്മാരോ സന്യാസിമാരോ വേദജ്ഞന്മാരോ ആയിരിക്കും. അവർ വരുമ്പോൾ അവരെ സൽക്കരിക്കേണ്ട ഒരു വഴിയുണ്ട്. അവരുടെ കാല് കഴുകിച്ച് അവരെ ഒരു സ്ഥലത്ത് ഇരുത്തി അവർക്കൊരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കാൻ കൊടുത്ത് അവർക്ക് ആഹാരം കഴിച്ചോ എന്ന് ആരാഞ്ഞ്, അഥവാ ആഹാരമുണ്ടെങ്കിൽ കൊടുത്ത് സന്തോഷിപ്പിച്ച ശേഷം അവിടെ ഇരുത്തി അവർ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ദാമ്പത്യ ജീവിതത്തിൽ എത്രയോ പേർ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ കണ്ട്, കുഞ്ഞുങ്ങളെ പോലെ കണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ റെഡിയാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എത്രയോ പേരെ. അതിന് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഒരു ആചാര്യസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഗൗരവമുള്ള ഒരു ആചാര്യസ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് അത് സാധിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആചാര്യന്മാരെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് അതിഥി സൽക്കാരത്തിൻ്റെ പ്രാധാന്യം. ആശ, നമുക്ക് ചില ആശകളുണ്ടാവും.
ആശ. ആശ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റ് സ്ഥലം വാങ്ങണം, ഒരു വീട് വെക്കണം. ആശ അതില്ലാണ്ടായി പോകും, അതിന് ഫലം കിട്ടാതെ പോകും. പ്രതീക്ഷ, ആശയും പ്രതീക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ പ്രതീക്ഷ? ഞാൻ ഈ സ്ഥലത്തിന് വാങ്ങണം എന്ന് വിചാരിച്ചു, അയാൾ എനിക്ക് തരാമെന്ന് സമ്മതിച്ചു, ഞാൻ 50 ലക്ഷം ഉറുപ്പികയും കൊടുത്തു. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അയാളെ കാണുന്നില്ല. പ്രതീക്ഷയാണ്, കിട്ടുന്നു. പ്രതീക്ഷയുള്ളൂ, സാധനം കയ്യിൽ കിട്ടണ്ടേ, കിട്ടിയാലല്ലേ ഇപ്പം എൻ്റെതാവുള്ളത്. അതാണ് പ്രതീക്ഷ. ഇനി സംഗതം. എന്താണ് സംഗതം? കയ്യിൽ കിട്ടുക, കയ്യിൽ കിട്ടുക, കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോവുക. വാജശ്രവസ് എന്ന് പറഞ്ഞൊരു രാജാവ്, മക്കളില്ല, അനേകം ഉപാസനകളും പ്രാർത്ഥനകളും പൂജയൊക്കെ നടത്തി, യജ്ഞങ്ങളൊക്കെ നടത്തി, കുട്ടികളുണ്ടാകുന്നില്ല. അവസാനം അദ്ദേഹം 2ാമതൊരു വിവാഹം കഴിച്ചു. പിന്നെ ഹോമവും പൂജയൊക്കെ നടത്തി അവസാനം 2ാമത്തെ ഭാര്യ ഗർഭിണിയായി. ഗർഭിണിയായപ്പോൾ രാജകൊട്ടാരം മുഴുവൻ സന്തോഷത്തിൽ, രാജ്യം മുഴുവൻ സന്തോഷത്തിൽ, അങ്ങനെയൊക്കെ സന്തോഷിച്ച് നിൽക്കുക. സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനെ കുട്ടി പ്രസവിച്ചപ്പോൾ മൂത്ത ഭാര്യയ്ക്ക്, അതായത് ആദ്യത്തെ ഭാര്യയ്ക്ക് ഒരു സങ്കടം. ഇനി എനിക്ക് ഈ കൊട്ടാരത്തിൽ സ്ഥാനമുണ്ടാവില്ല, അതുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ കൊല്ലുകയാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. കയ്യിൽ കിട്ടി, പക്ഷേ കയ്യിൽ കിട്ടിയതിന് പ്രയോജനം ഉണ്ടായില്ല. അതേപോലെ നമ്മൾ നിരവധി ആളുകൾക്ക് ദാനം കൊടുക്കാറുണ്ട്, ഒരു പ്രയോജനമില്ല. ദാനം കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല, ആരും മൈൻഡ് ചെയ്യില്ല. നമ്മൾ പറയും എത്ര നമ്മൾ കൊടുത്തു, എന്നിട്ട് നമുക്ക് ഇതല്ലേ ഫലം. ആർക്ക് കൊടുക്കണമോ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതിരിക്കുകയും കൊടുക്കണ്ടാത്തവർക്ക്, വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്നിച്ചത്രേ പറയുന്നിതു ചിലർ. അപ്പോ നമ്മൾ ഈ പറയുന്ന ആചാര്യന്മാരോ അല്ലെങ്കിൽ സന്യാസിമാരോ വേദജ്ഞരായ ആളുകളോ വീടുകളിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതാണ് അതിഥി യജ്ഞം. ഇനി അവസാനത്തെ 5ാമത്തെ യജ്ഞം എന്ന് പറയുന്നത് അവനവൻ്റെ വരുമാനത്തിൻ്റെ 10-1 ദാനം ചെയ്യുന്നതാണ്. എന്താണ്? 10-1 ചെയ്തില്ലെങ്കിൽ അതെങ്ങനെങ്കിലും പോയിക്കോളും. 50 കൊല്ലവും ദാനം ചെയ്തിട്ടില്ലെങ്കിൽ 50ാമത്തെ കൊല്ലം എല്ലാം കൂടി ടാക്സ് അടക്കം അങ്ങ് കൊടുക്കും. നമുക്ക് പിടിച്ചു എടുത്തുകൊണ്ടുപോകും, ഭഗവാൻ കൊണ്ടുപോയിക്കോളും. നമ്മളൊന്നും ഇടപെടേണ്ട കാര്യമില്ല. മൂപ്പരൻ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് രോഗമോ പീഡകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിട്ടോ എങ്ങനെയെങ്കിലും അത് നമ്മളെ കയ്യിൽ നിന്ന് അത് പോയിട്ടുണ്ടാവും, സംശയിക്കേണ്ട. അപ്പൊ അത് എന്താ? ദശമാംശേന വിത്തസ്യ, അവനവന്റെ വരുമാനത്തിന്റെ 10-1 കൊടുക്കണം. എങ്ങനെയാ കൊടുക്കുക? അതിനെക്കുറിച്ച് പഠനം, അതിനെക്കുറിച്ച് പഠിക്കണം. എന്താ? ഒരു ഉപരിപ്ലവമായിട്ട് ഞാൻ പറയാം. ഇല്ലാത്തത് ഉണ്ടാക്കണം. എങ്ങനെയാ? ഇല്ലാത്തത്, ഉള്ളത് സംരക്ഷിക്കണം. 5 സെന്റ് സ്ഥലം, അത് കൊണ്ട് കളയരുത്. അത് കൊണ്ടുപോയിട്ട് ഉള്ളത് സംരക്ഷിക്കണം, ഇല്ലാത്തത് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? 5 ഉള്ളത് 10 ആക്കണം. 10 ആക്കിയതിനെ വർദ്ധിപ്പിക്കണം. എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ചതിൽ നിന്ന് അച്ഛൻ, അമ്മ, ആചാര്യൻ, സഹോദരങ്ങൾ, ഭാര്യാ സഹോദരൻ, ഭാര്യയുടെ അച്ഛനമ്മമാർ, അടുത്ത അയൽവാസി എന്നിവർക്ക് ക്രമത്തിൽ വേണ്ടതനുസരിച്ച് വേണ്ടതുപോലെ കൊടുക്കാൻ പഠിക്കണം. വേണ്ടാത്തവർക്ക് കൊണ്ട് കൊടുക്കരുത്. അമ്മയ്ക്ക് കൊടുക്കരുത്. അമ്മയ്ക്ക് എന്താ കാരണം? അമ്മേൻ്റെ അത് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോക്കറ്റിൽ നിന്ന് എന്താ വെച്ചാൽ എടുത്തുകൊണ്ട് പോവാം. അമ്മേനോട് ചോദിക്കാനും നിൽക്കാൻ പാടില്ല. പോക്കറ്റിൽ ഇപ്പോൾ 10,000 ഉറുപ്പിക ഇട്ടിട്ടാ വന്നേ, അമ്മ പൈസ കാണുന്നില്ല, അമ്മേ ഞാൻ എടുത്തടാ, നീ എൻ്റെ വഴി നോക്ക് എന്ന് പറഞ്ഞാൽ ഓ
അച്ഛന് ചോദിക്കാതെ കൊണ്ടു കൊടുക്കണം. കാരണം അച്ഛൻ എപ്പോഴും ഒരു ഈഗോ ഉള്ള ആളായിരിക്കും. മകനോട് ചോദിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. കൊടുക്കണം. ഇങ്ങനെ ചില സമ്പ്രദായങ്ങൾ പഠിക്കണം. ഇന്ന് ആ സമ്പ്രദായം നമുക്ക് ഇല്ല. രാവിലെ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ജീവജാലങ്ങൾക്ക് കുറച്ച് ചോറുണ്ടാക്കി. എൻ്റെ വീട്ടിലൊക്കെ ഒരു വലിയ ജനക്കൂട്ടാണ് രാവിലെ വെയിറ്റ് ചെയ്യുക. ഞാൻ അവിടെ ഇല്ലാത്ത ദിവസം വലിയ പ്രശ്നമാണ്. ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് വരിക. കാരണം അണ്ണാന്മാർ, പിന്നെ കാക്കകൾ, നായ, മെരു, നാട്ടിലുള്ള സകല ജീവജാലങ്ങളും എൻ്റെ വീട്ടിലുണ്ട്. ഭക്ഷണം റെഡിയാണ്. രാവിലെ ഭക്ഷണം റെഡിയാക്കി അവിടെ വെച്ച്, ഇവരെല്ലാ ദേവതകളാണ്. ഇവരെല്ലാവരും സഹായിച്ചാൽ നമ്മളൊരു വഴിക്ക് പോയാലുണ്ടല്ലോ, ഒരു ചായ കുടിക്കണമെങ്കിൽ ആ ചായ കിട്ടും, ഒരു ഓട്ടോറിക്ഷ കിട്ടണമെങ്കിൽ അത് കിട്ടും, ഒരു ഓഫീസിൽ പോയിട്ടൊരു കാര്യം നടത്തണമെങ്കിൽ നടത്തിയിട്ടിങ്ങ് വരും. മറ്റത് നമ്മൾ പോയാൽ പോകുന്ന വഴിക്ക് ഓട്ടോറിക്ഷ ഇല്ല, അഥവാ ഒരു ഓട്ടോറിക്ഷ കിട്ടിയാൽ ടയർ പഞ്ചറായി, മറ്റെന്തെങ്കിലും പരിപാടിക്ക് പോയാൽ അത് അവിടെ പ്രശ്നം, ഡോക്ടറെ കാണാൻ പോയപ്പോൾ 100 ആൾ ക്യൂ, നാട്ടുകാരോട് മുഴുവൻ അടികൂടൽ, ഇതൊക്കെ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞൊക്കെ ശരിയാണ്. നിങ്ങളെ ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സത്യത്തിൽ എനിക്ക് മനസ്സിലായി. കാരണം ആളുകളുടെ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, അത് നമ്മളെ, ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മളൊരു ഭാഗമാണ്. പ്രകൃതി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഭാഗമാണ്. പ്രകൃതിയെ നമ്മൾ പോറ്റുന്നതിനനുസരിച്ച് പ്രകൃതി നമ്മളെയും പോറ്റും. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങൾ. ഈ പഞ്ചമഹായജ്ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹിന്ദുവായി, നിങ്ങളൊരു സനാതനധർമ്മിയായി, നിങ്ങളൊരു ഭാരതീയനായി, നിങ്ങളൊരു സംസ്കാരചിത്തനായി. ഞാൻ രാവിലെ എൻ്റെ മക്കളോട് പറഞ്ഞൊരു കാര്യം, ചെറുപ്പം മുതൽ ശീലിപ്പിക്കുന്ന, മക്കളെ അച്ഛനും അമ്മേനെയും കാലുതൊട്ട് നമസ്കരിക്കും. മുതിർന്ന ആളുണ്ട്, മുത്തശ്ശന്മാരുണ്ട്, ഒന്ന് നമസ്കരിച്ചിട്ട് പോയിക്കോളൂ, നല്ലതാ. അപ്പോൾ അതിനൊരു ഗുണമുണ്ട്. നിങ്ങളത് ചെയ്തു നോക്കൂ. ആ അമ്മയുടെ കാല് തൊട്ട് നമസ്കരിച്ച്, അല്ലെങ്കിൽ അച്ഛൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചപ്പോൾ ആ അച്ഛൻ പിടിച്ചൊരു ഉമ്മയും കൂടി കൊടുത്താലുണ്ടല്ലോ, അവൻ ജീവിതത്തിൽ ലോകത്ത് എവിടെയും പരാജയപ്പെടില്ല. ഭയങ്കര ഒരു ആത്മവിശ്വാസമായിരിക്കും, വല്ലാത്തൊരു ആത്മവിശ്വാസമായിരിക്കും. ആ ആത്മവിശ്വാസം വരണ്ടേ, എൻ്റെ അമ്മയാ, എൻ്റെ മകനാ എന്നൊരു ബോധം ഉണ്ടാവണ്ടേ. അങ്ങനെ കുട്ടികൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, അച്ഛനമ്മമാർക്കും ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, പല കുട്ടികളെയും വേണ്ട രീതിയിൽ സ്നേഹിക്കുന്നതിന് പകരം ഞാനൊരിക്കൽ ഒരു ഞാനൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോൾ കുറച്ചു കാലം മുമ്പാണ്. അപ്പോൾ ആ പയ്യൻ ഭയങ്കര കച്ചറയാണ്. ഇവനെപ്പോലെ ഒരു പ്രാന്തുള്ളൊരു കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര വികൃതിയാണ്. അതായത് ക്ലോസറ്റിൻ്റെ മുകളിൽ പിന്നെ മുട്ടുസൂചി ഉണ്ടാക്കുക തുടങ്ങിയ പലതരത്തിലുള്ള പ്രക്രിയകളിൽ വിജയിച്ച ഒരു മനുഷ്യൻ. അങ്ങനെ ഒക്കെ ചെയ്തൊരു കുട്ടിയാണ്. അപ്പോൾ ഇവനോട് ഞാൻ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയൊക്കെ ഈ അച്ഛനെ എന്തൊരു ബുദ്ധിമുട്ടായി എപ്പോഴും ഇങ്ങനെ പറയല്ലേ, ഞാൻ ആ 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് അവിടെ സീറ്റ് വാങ്ങി തന്നു, എനിക്കൊരു സൗകര്യം വേണ്ടേ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഞാൻ ബോംബെ എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പയ്യൻ, ചെറിയ കുട്ടികൾ, അവരെ പോലുള്ള കുട്ടികളൊക്കെ വലുതായി, അപ്പോൾ എന്നെ കണ്ടു, അടുത്ത് വന്നു. ആചാര്യന് മനസ്സിലായോ? ഞാൻ ചോദിച്ചില്ല, എനിക്ക് മനസ്സിലായില്ല, നീ ആരാണ്? പിന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ നീ ഇന്നയാളല്ലേ എന്ന് ചോദിച്ചു. നീ ഇപ്പോൾ എവിടെയാ, അച്ഛനിപ്പോൾ എവിടെയാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ ചിരിച്ചും കൊണ്ട് എന്നോട് പറയാ, അച്ഛൻ അന്ന് 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് എനിക്ക് ഒരു സീറ്റ് വാങ്ങി തന്നു. ഞാൻ അച്ഛൻ 9 ലക്ഷത്തിൻ്റെ ഒരു സീറ്റിട്ട് അച്ഛനും വാങ്ങിക്കൊടുത്തിട്ട് അച്ഛനിപ്പോൾ ഒരു വൃദ്ധസദനത്തിൽ 9 ലക്ഷത്തിൻ്റെ ലക്ഷൂറിയസ് ഇതിനകത്ത് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ അവനെ ഇരുത്തി സംസാരിച്ച് മണിക്കൂറുകളോളം, ഞാൻ ആ വണ്ടി വരുന്നത് വരെ, അതായത് നമ്മളതിനുള്ളിൽ കയറുന്നത് വരെ ഞാൻ അവനോട് സംസാരിച്ചു. Then he started crying. അതേപോലെ ഞാൻ എത്ര പേര് ഞാൻ എൻ്റെ മുമ്പിലുണ്ടെന്ന് അറിയാമോ? എത്രയോ പേർ. ഒരിക്കലൊരു ജഡ്ജിനോട് ഞാൻ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ അവസാനം കൂട്ടിക്കൊണ്ടുവന്ന് 3-ാം ദിവസം മരിച്ചുപോയി അമ്മ. 3rd day. Can you believe? അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. വേദമന്ത്രം ചൊല്ലുന്നതോടൊപ്പം എവിടെയും വരണം, ഇവിടെ വരണം. ഇവിടെയാണ് മാറ്റം വരേണ്ടത്, ഇവിടെയല്ല. നിങ്ങൾക്ക് വൈകാരിക സാക്ഷരത വേണം.
നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിക്കോട്ടെ, യു മേ ഹാവ്, അല്ലേ? സാക്ഷരത എന്ന് പറയുന്നത് എഴുത്ത്, വായന, അതിലൊക്കെ ഉണ്ട്. ഓക്കെ. വൈകാരിക സാക്ഷരത ഉണ്ടെങ്കിൽ മാത്രമേ വാക്കിന്റെ സാക്ഷരത ഉണ്ടാവൂ. വാക്കിന്റെ സാക്ഷരതയിൽ ഞാൻ ആരോട് എന്ത് പറയണം എന്ന് കൃത്യമായ ബോധം ഉണ്ടാവണം. എൻ്റെ മുമ്പിലിരിക്കുന്ന അഗ്നിയുടെ ഊതിക്കെടുത്തരുതെന്ന് പറയും നമ്മൾ, കേട്ടിട്ടുണ്ടോ? അഗ്നി നമ്മൾ ഊതിക്കെടുത്തില്ലല്ലോ. കെടുത്തോ? അഗ്നി ഊതിക്കെടുത്തില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാവോ? അഗ്നി എന്ന് പറയുന്നത് ഒരു മഹത്തായ തത്വമാണ്. അത് എച്ചിലാക്കരുതെന്നാണ്. അമ്മ ഒരു അഗ്നിയാണ്. വാക്കുകൊണ്ട് അമ്മയെ വേദനിപ്പിക്കരുത്. അച്ഛൻ അഗ്നിയാണ്. വാക്കുകൊണ്ട് അച്ഛനെ വേദനിപ്പിക്കരുത്. ആചാര്യൻ ഒരു അഗ്നിയാണ്. ആചാര്യനെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത്. മഹാപാപമാണ്. ആ മഹാപാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സംഗതിയുണ്ട്. ഭഗവാൻ ശ്രീശങ്കരാചാര്യർക്ക് തർക്കത്തിന് വേണ്ടി പോയ കുമാരില ഭട്ടന്റെ കഥയാണത്. കുമാരില ഭട്ടൻ ബൗദ്ധശിഷ്യനായിരുന്നു. പക്ഷേ വേദവിരുദ്ധമായിട്ട് അദ്ദേഹത്തിന്റെ ഗുരു പെരുമാറുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഗുരുവിനെതിരെ തർക്കിച്ച് വിജയിച്ചു. അതറിഞ്ഞ ശ്രീശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഉമിത്തിയിൽ വെന്ത് മരിക്കുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ ഗുരുനാഥനെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഉമിത്തിയിൽ ഞാൻ വെന്തു മരിക്കണം എന്നതാണ് എൻ്റെ നിശ്ചയം എന്ന് പറഞ്ഞു എന്നാണ്. അതായിരുന്നു ഭാരതത്തിന്റെ പാരമ്പര്യം. അതാണ്. ആ പാരമ്പര്യത്തെ നമ്മൾ വിട്ടുകളയാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ വീടുകളിൽ അനുവർത്തിക്കാൻ തുടങ്ങണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ? മക്കൾ വന്നാൽ പോരാ, അമ്മ വന്നാൽ പോരാ, അച്ഛൻ വന്നാൽ പോരാ, എല്ലാവരും കൂടി വരണം. എല്ലാവരും കൂടി വന്നിട്ടാണ് ഇത് പഠിക്കേണ്ടത്. അല്ലാണ്ട് രാവിലെ എണീച്ചിട്ട് കാലോട്ട് വന്നിക്കാൻ നോക്കുന്ന നേരം ക്ലാസ്സിൽ വരാത്ത അച്ഛൻ, ഇത് അന്ധവിശ്വാസമാണ്, എന്നെ തുടരരുത് എന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങിയില്ലേ? നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയോ? ഇല്ല. പിന്നെ അവസാനം കാല് കാണുന്ന ഒറ്റ സന്ദർഭമേ ഉള്ളൂ പിന്നെ ഈ അച്ഛൻ്റെ. അതെപ്പോഴാ? അത് കെട്ടിക്കൂട്ടിയിട്ട് കൊണ്ടുപോകും നേരം, അല്ലേ? അത് ഇളയ മോനെ കാണൂ, മൂത്തമോനാവും കാണൂല. മൂത്തമോൻ തലയാണല്ലോ പിടിക്കുന്നത്. മൂത്തവൻ തലയാണ് പിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ സംസ്കാരം നമുക്ക് എങ്ങനെ വളർത്താം? അതാണ് വേദ സംസ്കാരം. അല്ലാണ്ട് വേദത്തിലെ കുറെ മന്ത്രങ്ങൾ പഠിക്കാനാണെങ്കിൽ നമുക്കൊരു CD ഇട്ടാ പോരെ? കുറെ CD ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ആത്മാജാതവേദസ്തേനെ എന്ന് ചൊല്ലിയാൽ തീർന്നില്ലേ? അത് പോരാ. അതിനകത്ത് എന്ത് പറഞ്ഞുവോ പറഞ്ഞത് നമ്മളെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. വേദത്തിൽ എന്ത് പറഞ്ഞു അത് പെട്ടെന്ന് ആളുകളോട് മറന്നുപോകും പലപ്പോഴും. ശാസ്ത്രങ്ങൾ എത്ര പഠിച്ചാലും ധാർമ്മികമായ യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ അങ്കുരിക്കുമ്പോൾ എല്ലാ ധർമ്മങ്ങളും വിസ്മരിച്ചുകൊണ്ടാണ് ആളുകൾ പോവുക. ധർമ്മം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വിസ്മരിച്ചു പോകും. അപ്പൊ അതിനു വേണ്ടിയിട്ട് വാരം വാരം അവനവന്റെ ധാർമ്മിക ബോധത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ധാർമ്മിക ബോധത്തെ വീണ്ടും വീണ്ടും ഉറപ്പിക്കണം. അത് ഉറപ്പിച്ച് നേടിയെടുക്കുന്ന ഒന്നുണ്ട്. അത് നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് അമ്മ ആരാണ്, അച്ഛൻ ആരാണ്, ആചാര്യന്മാരാരാണ്, നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മളെന്താണ്. നമുക്കിപ്പോൾ ഓരോ ഹിന്ദുവിനും തോന്നുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒറ്റപ്പെട്ട ഒരാളാണ്, എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും ഒരു മതമാണ് എൻ്റെ, ഒരു സംസ്കാരവും എനിക്കില്ല, കാടന്മാരുടെ ഒരു സംസ്കാരമാണ്, എല്ലാ വിധത്തിലുള്ള അന്ധവിശ്വാസവും ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം വിചാരിക്കുന്ന നമ്മൾ വളരെ ചിരിച്ചുകൊണ്ട് നോക്കും. ലോകത്തിലേക്ക് മുഴുവൻ നോക്കൂ, ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഇന്ത്യയിലല്ല ഉള്ളത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ, വേൾഡ്സ് 10 ബിഗ് വിച്ച് ക്രാഫ്റ്റ് ഒന്ന് അടിച്ചു നോക്കൂ. വിച്ച് ക്രാഫ്റ്റ് ഇന്ത്യയിലല്ല ഏറ്റവും കൂടുതൽ ഭയാനകമായിരിക്കുന്നത്. മന്ത്രവാദം, ദുർമന്ത്രവാദത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് വരെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്, അത്രയും പേടിയാണ് ഇതിനെ. വിച്ച് ക്രാഫ്റ്റ്, വൂഡു റോക്ക് മ്യൂസിക് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? റോക്ക് മ്യൂസിക് വൂഡുവിന്റെ. ഇപ്പോ ഞാൻ പറയുന്നത് ഇതെല്ലാം മാറ്റിവെച്ചിട്ട്
നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ സമൂഹത്തെ, നമ്മളെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പഠനമാണ് കാശ്യപാശ്രമത്തിൽ നമ്മൾ അടുത്ത ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്നത്.